ഫുഡിൻഷി. ഞാൻ കുറച്ച് മീൻ വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കറി. അപ്പോൾ ഇത് അയക്കൂറ, ചെറിയ അയക്കൂറയാണ്, വെളുപ്പില്ല. പക്ഷെ ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലി, പച്ചമല്ലിയാണ് ഇത്. പിന്നെ 1 ടീസ്പൂൺ കടുക്, ഒരു 4-5 മുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി. പിന്നെ ആദ്യം നമുക്ക് ഇതൊന്ന് പൊടിച്ചിട്ട് അരച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അരഞ്ഞ് കിട്ടില്ല. ഇതാദ്യം നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ പൊടിച്ച് വെച്ചത് ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി. മഞ്ഞളിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കി എല്ലാ ചേരുവകളും നമ്മൾ ചേർത്തതാണല്ലോ. ഞാൻ അരച്ചെടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓയിലും ഉണ്ട്. നല്ലോണം ചൂടായി വന്നു. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ കുറച്ച് ഒരു വലിയ സവാളൻ്റെ പകുതി, അതെല്ലാം ചെറിയ സവാളയാണെങ്കിൽ ഒന്നെടുക്കാം. ഇതൊന്ന് നന്നായി മൂത്ത് വരട്ടെ. ഇപ്പോൾ സവാള മൂത്ത് വന്നിട്ടുണ്ട്. ഇത്ര മൂത്ത് വന്നാൽ മതി. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി. അതൊന്ന് ചെറുതായിട്ട് മുട്ടട്ടെ. 2 തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ചെടുക്കാം. തക്കാളി നന്നായി മൂത്ത് വരണം. അപ്പോഴാണ് കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് കാശ്മീരി മുളക് ഇട്ട് വെക്കുന്നുണ്ട്. ഞാനൊരു 350 ഗ്രാമേ മീനുള്ളൂ. അതിനുള്ള മസാലകളെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ തക്കാളി മുളകൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. നല്ലോണം തക്കാളിൻ്റെ ചുവയൊക്കെ ഒന്ന് കൊടുക്കട്ടെ. അപ്പോൾ തക്കാളിയൊക്കെ മൂത്ത് വന്ന് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാനുണ്ട്. അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് വെക്കാം. കുറച്ച് പുളി വെള്ളം ഒഴിച്ച് വെക്കാം. ഉപ്പ് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കറി. തിളച്ച് വന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മീനിട്ട് കൊടുക്കാം. ഈ മീനൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മളെ കറിയൊക്കെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു കറി ഉണ്ടാക്കി വയ്ക്കുക. നല്ല കുറുക്കൊണ്ട് തേങ്ങ ഒന്നും അരക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ചരുകാനും അരക്കാനൊക്കെ മടിയുള്ളവർക്ക് പറ്റിയൊരു കറിയാണ് ഇത്. ഇതേപോലെ 2-3 തക്കാളി എടുത്തിട്ട് ഒന്നങ്ങ് അരച്ചാൽ മതി. പിന്നെ ഈ അരപ്പിൽ നമ്മൾ കുറച്ച് പൊടിക്കുമ്പോൾ കുറച്ച് കടുകും ചേർക്കുന്നില്ലേ, അപ്പോൾ കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം. ഓക്കെ, ബൈ.